Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയമുള്ളവരെ, നാളുകൾക്ക് മുമ്പ് ഞാനും ഭാര്യയും ദുബായിൽ ജീവിച്ചിരുന്ന ഒരു സമയത്ത് ദേവാലയത്തിൽ പോകുവാൻ വേണ്ടി ഞങ്ങളുടെ ഫ്ലാറ്റിന് താഴെ ടാക്സി കാത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. മലയാളം കുർബാന തുടങ്ങാൻ സമയമായി. ഒരു ടാക്സി നിർത്തുന്നില്ല, വളരെ തിരക്ക്. അങ്ങനെ സമയമാകുന്നത് കണ്ട് വിഷമിച്ച് എൻ്റെ ഭാര്യ ഇങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഓർമ്മ വന്നു. നമുക്ക് കർത്താവിൻ്റെ ദൂതന്മാർ കൂടെയുണ്ടല്ലോ. ഈ ദൂതന്മാർക്ക് എവിടെയാണ് കാറുകൾ അവൈലബിൾ എന്നറിയാമല്ലോ, ഉള്ളതെന്നറിയാമല്ലോ. അവർ വിചാരിച്ചാൽ ഇപ്പോൾ കാർ ഇവിടെ എത്തും. അതുകൊണ്ട് അവൾ ഈശോയുടെ നാമത്തിൽ ദൂതന്മാരോട് സഹായം അഭ്യർത്ഥിച്ചു. ഞങ്ങളുടെ കാവൽ ദൂതന്മാരെ, എത്രയും പെട്ടെന്ന് ഒരു ടാക്സി വേണം. പെട്ടെന്ന്, വളരെ പെട്ടെന്നാണ് ഇവളിത് ഞാൻ കേൾക്കുന്ന ശബ്ദത്തിലാണ് പ്രാർത്ഥിച്ചത്. വളരെ പെട്ടെന്ന് ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറ്, ഓണേഴ്സ് കാറാണ്, ഞങ്ങളുടെ അടുത്തെത്തി. ഒരു മലയാളി ചേട്ടൻ അതിനകത്തുനിന്ന് ഗ്ലാസ് താഴ്ത്തി ഞങ്ങളോട് ചോദിച്ചു, മോനെ എവിടെ പോകാൻ നിൽക്കുകയാണ്? കുറേ നേരമായി കാറിന് കൈ കാണിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ പള്ളിയിൽ പോകാനാണ് നിൽക്കുന്നത്. ഏത് പള്ളിയിലാണ്? കരാമ പള്ളിയിൽ. എന്നാൽ കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വാതിൽ തുറന്നു. ഞങ്ങൾ ആദ്യമൊന്ന് ശങ്കിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്നേഹം കാരണം ഞങ്ങൾ അകത്ത് കയറി. അദ്ദേഹം വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അധികം ഒന്നും സംസാരിച്ചില്ല. പള്ളിയുടെ അടുത്തെത്തി. ഇദ്ദേഹം ഇനി എന്തെങ്കിലും പൈസയ്ക്ക് വേണ്ടിയാണോ ഇത് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ അദ്ദേഹത്തെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പൈസയൊന്നും വേണ്ട. നിങ്ങൾ രണ്ടുപേരും അവിടെ കുറച്ച് നേരം നിൽക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, നിങ്ങളെ ഒന്ന് സഹായിക്കണം, അതുകൊണ്ട് സഹായിച്ചെന്നേ ഉള്ളൂ. അദ്ദേഹം പെട്ടെന്ന് വിട്ടുപോയി. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണിത്. എൻ്റെ ഭാര്യ പലപ്പോഴും വീട്ടിലൊരു സാധനം കാണാതെ പോയാൽ, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഉടൻ തന്നെ ഈ സഹായികളുമായിട്ട് സംസാരിക്കും. നമുക്കറിയാം, ദാവീദ് പറഞ്ഞു, നമ്മളുടെ ഭവനത്തിന് ചുറ്റും കർത്താവിൻ്റെ ദൂതന്മാർ പാളയമടിച്ച് കാത്തു നിൽക്കുകയാണ്. എലീഷ പ്രവാചകൻ തൻ്റെ ദാസനോടൊത്തായിരുന്ന സമയത്ത് അവരെ വലിയൊരു സൈന്യം വലയം ചെയ്തപ്പോൾ ദാസൻ പരിഭ്രമിച്ചു. എന്നാൽ എലീഷ പറഞ്ഞു, കർത്താവേ, ഇവന്റെ കണ്ണൊന്ന് തുറക്ക്. നോക്കിയപ്പോൾ ആഗ്നേയ രഥങ്ങളും സൈന്യവും ഇതാ വാനമേഘങ്ങളിൽ നിൽക്കുന്നൊരു കാഴ്ച ആ ദാസൻ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഇത് പഴയ നിയമത്തിലെ കഥയാണെങ്കിൽ, പഴയ നിയമത്തിലെ അനുഭവങ്ങളാണെങ്കിൽ, പുതിയ നിയമത്തിൽ വന്നപ്പോൾ മറ്റൊരു വലിയ വ്യത്യാസമുണ്ടായിരിക്കുകയാണ്. ദൈവം തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവനെ സ്വീകരിക്കുന്ന ഏവർക്കും വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യുകയാണ്. സ്വന്തം പുത്രനെ തന്നെ അവർക്ക് സ്വന്തമായി നൽകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മുടെ വീട്ടിൽ നമുക്കൊരു അമ്മയുണ്ട്, അപ്പനുണ്ട്, സഹോദരങ്ങളുണ്ട്, ജീവിത പങ്കാളിയുണ്ട്. ഇതെല്ലാം നമുക്ക് ദൈവം ദാനമായി തന്ന വ്യക്തികളാണ്. അതുപോലെ ദൈവം നമുക്ക് ദാനമായി നമ്മുടെ കൂടെ തന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. അതൊരു രാജാവിനെ തന്നതുപോലാണ്. ഇപ്പോഴും ദൂതന്മാർ പോയിട്ടില്ല, ഒരു ദൂത സൈന്യം കൂടെ ഉണ്ടെന്ന് കരുതേണ്ടി വരും. കാര്യം രാജാവാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രിയമുള്ളവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? യേശു നമ്മുടെ കൂടെ താമസിക്കുകയാണ്. നമ്മുടെ വീട്ടില്, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഭവനങ്ങളില്, ഞങ്ങളുടെ കൂടെ ഈ സ്റ്റേജില് കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. വചനം പറയുന്നു, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. ഈ വാക്കൊരിക്കലും അവൻ മാറ്റി പറയുകയില്ല. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ പറഞ്ഞ വാക്ക് മാറ്റില്ല. സഹോദര, നിന്റെ അടുത്ത് നീ രോഗക്കിടക്കയിലാണോ? നീ വലിയ വിഷമത്തിലാണോ? നിന്റെ മനസ്സ് വളരെയധികം സ്ട്രെസ്ഡ് ആണോ? സഹോദരി, നീ വേദനിക്കുകയാണോ? നീ അറിയണം, നിന്റെ അടുത്ത് ഇപ്പോൾ യേശു നിപ്പുണ്ട്. അവൻ വാക്ക് മാറ്റില്ല. മഹാസാന്നിധ്യമേ, ആരാധിക്കണം.
വാക്കുമാറാത്തവനെ സ്തുതിക്കുന്നു. മഹത്വപൂർണനെ ആരാധന. മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. എത്ര ആനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. എത്ര ആനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുന്നെപ്പോഴും, പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. നമ്മളുടെ മുൻപില് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും, ഒരു ശത്രു സൈന്യ നിര തന്നെ നമുക്ക് ചുറ്റും പാളയമടിച്ചാലും, നമ്മുടെ കർത്താവ് എല്ലാ വഴികളും അടയ്ക്കുന്ന പിശാചിന്റെ മുൻപിൽ നമുക്കായി ഒരു വഴി തുറക്കും. നീ വേദനിച്ചിരിക്കുകയാണോ? നിന്റെ വഴികൾ മുഴുവൻ അടഞ്ഞുവെന്ന് വിചാരിക്കുകയാണോ? ഞാൻ എങ്ങോട്ട് പോകുമെന്ന് വിചാരിക്കുകയാണോ? കർത്താവിന്റെ വചനം പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞുവെന്ന് നീ വിചാരിക്കുന്ന ഒരു സമയത്താണ് നീ ഈ ഗാനം കേൾക്കുന്നതെങ്കിൽ നീ അറിയുക, വചനം പറയുകയാണ്, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം വാതിൽ തുറക്കുന്നവനും ആർക്കും തുറക്കാൻ കഴിയാത്ത വിധം വാതിൽ അടയ്ക്കുന്നവനുമായ യേശുക്രിസ്തു നിന്റെ സമീപത്ത് നിൽക്കുകയാണ്. നിന്റെ മുൻപിൽ എല്ലാ വഴികളും പിശാച് അടയ്ക്കുന്നത് പോലെ നിനക്ക് തോന്നിയാലും, നിനക്ക് അസാധ്യമെന്ന് തോന്നുന്നിടങ്ങളിലേക്ക് നിന്നെ വഴി നടത്തുവാൻ കഴിവുള്ള ശക്തനായ ഒരുവനാണ് നിന്റെ കൂടെ നിൽക്കുന്നത്. അവൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുക തന്നെ ചെയ്യും. നീ വിശ്വസിക്കുക. എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വച്ചാൽ, സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വച്ചാൽ, സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. പാടുക. എത്ര ആനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. എത്ര ആനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുന്നെപ്പോഴും, പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. ശക്തനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ച് വാഴ്ത്തി പാടുന്ന ഈ സമയത്ത് കർത്താവേ, മുൻപിൽ വഴികൾ അടഞ്ഞു പോയവരുടെ മേൽ അങ്ങയുടെ വലിയ ഒരു അഭിഷേകം ഇറങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മാർഗങ്ങളും നിലച്ചു വന്ന് കരുതുന്നവരുടെ മേൽ ദൈവത്തിന്റെ വലിയ പ്രോവിഡൻസ് ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലായ്പ്പോഴും എപ്പോഴും ഞങ്ങളോടൊപ്പമുള്ള ദൈവം, എവിടെയും വഴി നടത്തുന്ന ദൈവം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങി വന്ന് വിടുതൽ നൽകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, Jesus, we worship you, we glorify you. Hallelujah, hallelujah. പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തിൽ ചെറുപ്പം നാൾ മുതൽ വളരെയധികം തിരസ്കരണങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ് ഞാൻ.
സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആഴ്ചയിലോ മാസത്തിലോ 2-3 പ്രാവശ്യമെങ്കിലും ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. ചിലപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കും. ഒരു സമയം സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ആ ജില്ലയിൽ നിന്ന് തന്നെ പുറത്തു പോയതുപോലെ മറ്റൊരു ജില്ലയിൽ പോയി പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ കോളേജിലെ ആദ്യത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് അവർ, കോളേജിൽ ജോയിൻ ചെയ്യുന്ന ദിവസം ആദ്യത്തെ അവർ, കോളേജിൽ നിന്ന് ഒരു ടീച്ചർ എന്നെ പുറത്താക്കിയതാണ്. എന്നെ അധ്യാപകരും എൻ്റെ ഭവനത്തിലുള്ളവരും എല്ലാം വളരെയധികം ശിക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ കായികമായി എനിക്ക് അനുഭവപ്പെട്ട ക്രൂരമായ ശിക്ഷാരീതികളെക്കാൾ എൻ്റെ മനസ്സിനെ അലട്ടുന്നത്, എന്നെ വേദനിപ്പിച്ചത്, എനിക്കിപ്പോഴും എൻ്റെ ഉള്ളിൽ കൃത്യമായി ഓർമ്മയുള്ളത് ഞാൻ അനുഭവിച്ച തിരസ്കരണങ്ങളാണ്. നിങ്ങൾ ഓർക്കണം, പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാനൊരു കുഞ്ഞാണ്. സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ എൻ്റെ തലയിൽ ഒരു വിങ്ങലാണ്. ഇന്നെന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? ഈ വിങ്ങൽ കാരണം ചിലപ്പോൾ എൻ്റെ പ്രതികരണം മറ്റൊന്നായിരിക്കും. ഞാൻ എന്തെങ്കിലും ഒക്കെ പെരുമാറിയെന്നിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അധ്യാപകർ എന്നോട് എന്തെങ്കിലും പെരുമാറിയെന്നിരിക്കും. ഇങ്ങനെ ഓരോ ദിവസവും എനിക്ക് ഉത്കണ്ഠയുടെ ദിനങ്ങളായിരുന്നു. എന്നാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. അവൻ എന്നോട് പറഞ്ഞു, ഈ ലോകം മുഴുവനും നിന്നെ വെറുത്താലും, ഈ ലോകം മുഴുവനും നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. അവന്റെ പേരാണ് യേശുക്രിസ്തു. ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ അനുഭവം ഉണ്ടായിരിക്കാം. എന്നെ പോലെ നിങ്ങളും സ്വയം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആരെങ്കിലും എന്നെ ഒരു വ്യക്തിയായി കണ്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ, എൻ്റെ വിജയമോ പരാജയമോ നോക്കാതെ, എൻ്റെ സ്വഭാവത്തിൻ്റെ കുറവുകൾ നോക്കാതെ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ, മറ്റുള്ളവരുമായി എന്നെ കമ്പയർ ചെയ്യാതിരുന്നെങ്കിൽ, കൂടുതൽ വിജയങ്ങൾ നേടുന്നവർക്ക്, കൂടുതൽ സന്തോഷം നൽകുന്നവർക്ക് കൂടുതൽ സ്നേഹം കൊടുക്കുന്ന വേണ്ടപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും ഒരു ലോകത്ത് എന്നെ അങ്ങനെ സ്നേഹിക്കാതെ ഞാനായി സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ നീ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിന്റെ അടുത്ത് നിൽക്കുന്ന ഈ യേശു, അവൻ എന്നെ ഒരിക്കൽ തൊട്ടതാണ്. അന്ന് അവൻ എന്നോട് പറഞ്ഞു, മറ്റാരും എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതിരുന്ന ഒരു കാലത്ത് തൻ്റെ പ്രവചന വരങ്ങളുള്ള വ്യക്തികളിലൂടെ യേശു എന്നോട് പറഞ്ഞു, ലോകത്തിലെ മനുഷ്യരോട് എൻ്റെ വചനം സംസാരിക്കാൻ, അതും യുവജനങ്ങളോട് കൂടുതലായി സംസാരിക്കാൻ നിന്നെ ഞാൻ വിളിച്ചഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന്. കാലങ്ങൾ കഴിഞ്ഞു, മറ്റുള്ളവരെല്ലാം എന്നെ വെറുത്തുപേക്ഷിക്കുന്ന ഒരു സമയത്ത് യേശു എന്നോട് ഈ വാക്കുകൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ഇവൻ എന്നെ കൈവിടില്ല എന്ന് അവൻ വാക്ക് പറഞ്ഞത് ഞാൻ വിശ്വസിച്ച് അവൻ്റെ കൂടെ നിന്നപ്പോ എൻ്റെ ജീവിതത്തെ അവൻ മാറ്റിയതാണ് നിങ്ങൾ ഇന്നീ കാണുന്ന ഞാൻ. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തെ കർത്താവിന് മാറ്റിമറിക്കാനാകും. മറ്റാരെയും നീ നോക്കരുത്, ലോകത്തിലെ മനുഷ്യരെ നീ നോക്കരുത്, അവരുടെ സ്നേഹം നീ തേടരുത്. അവർക്കും കുറവുകളുള്ളതാണ്, അവർക്കും നിന്നെ സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ല, സാധാരണ മനുഷ്യരാണ്. എന്നാൽ അതിനെല്ലാം അപ്പുറമായി നിന്നെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരമ്മ നിന്നെ മറന്നാൽ പോലും നിന്നെ മറക്കത്തില്ല എന്ന് പറയുന്ന, അപ്പൻ നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ തള്ളുകയില്ല എന്ന് പറയുന്ന, നിന്നെ കരുതലോടെ കാക്കുന്ന ഒരുവൻ, അവൻ നിന്റെ അടുത്തിപ്പോ നിപ്പുണ്ട്. അവനാണ് നിന്നോട് ഇത് പറയുന്നത്, നീ കരയരുത്, ഞാനുണ്ട് കൂടെ എന്ന്. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ജീസസ്, ക്രൂശിതനായവനേ, താങ്ക് യു. നീ എന്നാശ്രയം. യേശുവേ, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ജീസസ്, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആലംബമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആലംബമില്ലാതലഞ്ഞപ്പോൾ,
ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. യേശു നിന്റെ തോളിൽ പിടിച്ചിരിക്കുന്നു മകനെ, മകളെ. മറന്നാലും ആര് നിന്നെ ഉപേക്ഷിച്ചെന്ന് കരുതിക്കോ, മറക്കാത്ത ഇവന്റെ സ്നേഹത്തിനപ്പുറം മറ്റൊന്നുമില്ല. ക്രൂശിതനായവനെ, അവന് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നീ എന്നാശ്രയം. അംഗീകാരം കിട്ടാതെ വന്നപ്പോൾ നിന്നിൽ രൂപപ്പെട്ട പ്രതികരണ സ്വഭാവങ്ങൾ, സ്നേഹം കിട്ടാതെ വന്നപ്പോൾ നിന്റെ ഉള്ളിൽ നിറഞ്ഞ കയ്പ്, അതൊരു വ്യക്തിത്വ വൈകല്യമായി ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ, മറക്കാനാവാത്ത മാറ്റാനാവാത്ത ചിന്തകൾ നിന്റെ ഉള്ളിൽ ഇപ്പോൾ കുടികൊള്ളുന്നുണ്ടെങ്കിൽ, ഇതാ യേശു നിന്റെ അടുത്തിരിക്കുന്നു. ഈ സമയം നിന്റെ കണ്ണുകൾ അടച്ച് നീ അവനോട് ചേർന്നാൽ അവൻ നിനക്കൊരു വലിയ സാന്ത്വനം തരും. നീ ഉണരാൻ പോവുകയാണ്. മനുഷ്യരുടെ ശ്രദ്ധ നിനക്കിനി ആവശ്യമില്ല. മനുഷ്യരുടെ അംഗീകാരം നിനക്കിനി ആവശ്യമില്ല. സാക്ഷാൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നീ ആരെയാണ് അന്വേഷിക്കുന്നത്? പ്രിയ സഹോദര, ഇതൊക്കെ പറയാം, പക്ഷേ എൻ്റെ ഉള്ളിൽ വേദനയുണ്ടെന്നാണോ നീ പറയുന്നത്? മറക്കാൻ പറ്റുന്നില്ലെന്നാണോ നീ പറയുന്നത്? ഇത് കർത്താവ് നിന്റെ അടുത്ത് നിന്ന് നിന്റെ വേദനകൾ മാറ്റാൻ പോകുന്ന സമയമാണിത്. മാറ്റമില്ലാത്ത വാക്ക് പറഞ്ഞവൻ, അവൻ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിന്റെ മനസ്സിലെ പീഡകൾ മാറ്റുവാനാവാതെ നീ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യേശു പറയുന്നു, വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കുന്ന ഈ സമയത്ത് യേശു നിന്റെ എല്ലാ വേദനകളും മാറ്റുകയാണ്. മാറ്റമില്ലാത്തവനായ കർത്താവ് നിന്റെ വേദനകളെ മാറ്റാൻ കഴിവുള്ളവനാണെന്ന് അറിയുക നീ. ജീസസ്. മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാത്ത നിന്റെ വേദനകളിലേക്ക് യേശുവിന്റെ സ്നേഹം കടന്നു വരികയാണ്. സഹോദരങ്ങളും നാട്ടുകാരും നിന്നെ ഉപേക്ഷിച്ച സമയത്ത്, പാപവും രോഗവും നിന്നെ അലട്ടിയപ്പോൾ, താമസിക്കാതെ ിടത്ത് യേശുവിന്റെ മാറി ചാരുക സഹോദര. നീ രോഗക്കിടക്കയിലാണോ? നിന്റെ രോഗം മാറ്റുവാൻ, നിന്റെ വേദന നീക്കുവാൻ യേശു അടുത്തുണ്ട്. ഒരു വാക്ക്, യേശുവേ ഞാൻ വരുന്നു, എന്നെ സ്പർശിക്കണമേ എന്നൊരു വാക്ക് നീ പറഞ്ഞാൽ മതി. ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, അവനോടൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ യേശുവാണ് ഇപ്പോൾ നിന്റെ അടുത്തിരിക്കുന്നത്. നിന്റെ സകല വേദനകളും ഈ നിമിഷം മാറിപ്പോകുന്നു. ശബ്ദമുയർത്തി നമുക്ക് പാടാം, എന്നേശുവേ. യേശുവിലേക്ക് ശക്തമായി നീ നോക്കി ലയിച്ച് പാടുക. നിനക്ക് സ്വാതന്ത്ര്യത്തോടെ അവനെ വിളിക്കാം പൊന്നേശുവേ എന്ന്.
ദൂതന്മാരോട് ചേർന്ന് എല്ലാം മറന്ന് പാടുക സഹോദര സഹോദരി. ഈ സമയം ദൈവത്തിന്റെ ശക്തി നിന്റെ അടുക്കൽ വ്യാപരിക്കുന്ന നിമിഷങ്ങളാണ്. ദൈവത്തിന്റെ കൃപാവരങ്ങൾ കൊണ്ട് നിറയാൻ പോകുന്ന നിമിഷങ്ങളാണ്. ദൈവം നിന്നെ വിടുവിക്കുകയാണ്. നിന്റെ മേലുള്ള എല്ലാ അന്ധകാര ശക്തികളും, നിന്റെ മേലുള്ള രോഗത്തിന്റെ പീഡകൾ, നാളുകളായുള്ള നിന്റെ വിഷമങ്ങൾ ഇപ്പോൾ നിന്നെ വിട്ടുപോവുകയാണ്. യേശു അവന്റെ മുമ്പിൽ എല്ലാ ശക്തികളും മുട്ടുമടക്കും. എല്ലാ വേദനകളും അവന്റെ മുമ്പിൽ നിസ്സാരമാണ്. അവന്റെ രക്തം കൊണ്ട് അവൻ നിന്നെ കഴുകി ശുദ്ധീകരിക്കും. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കും. പ്രാർത്ഥിക്കുക ഒരുമിച്ച്. ഓ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ശബറല ഖബറല മെമേരെ ശിരലലലലലലല. ഓ റബശബറലലലല മെമേരെ ലലല മെമശറലല. ഹല്ലേലൂയ. ഓ ശബറലലല മിയാറന്തര മിയാറഖബശ. ഓ ശബറലലല. ജീസസ്, we love you. എല്ലാം മറന്നൊന്ന് ലയിച്ചേ കർത്താവിലേക്ക്. ജീസസ്. ഓ ജീസസ്. ഹല്ലേലൂയ. റന്തരമ നിന്റെ എല്ലാ വേദനകളും ഈ നിമിഷം കർത്താവ് എടുത്തു മാറ്റി. നിന്റെ രോഗങ്ങളിൽ അവൻ സൗഖ്യം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. നിന്റെ എല്ലാ പ്രതിസന്ധികളുടെ മേലും അവൻ ആധിപത്യം നേടിയിരിക്കുന്നു. ഇനി നീ കരയരുത്. അവൻ്റെ മാറിൽ ചായ്ച്ചാൽ മാത്രം മതി. നീ സ്വതന്ത്രനാണ്, സ്വതന്ത്രയാണ്. സന്തോഷിക്കും.